ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അമ്മൂസ് ആൻഡ് മോം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലേ. ഇതെൻ്റെ 4ാമത്തെ കേക്ക് പരീക്ഷണമാണ് കേട്ടോ. മാംഗോ കേക്കാണ് ഞാൻ ചെയ്തത്. പക്ഷേ എന്താ പറയുക, ഡെക്കറേഷൻ കണ്ടെന്ന് നിങ്ങൾ പേടിക്കണ്ട. ഡെക്കറേഷൻ മാത്രം ഇത്തിരി പാളിപ്പോയുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നല്ല സൂപ്പറായിരുന്നു. അതിന് വേണ്ടിയിട്ട് എപ്പോഴത്തെയും പോലെ തന്നെ 1 കപ്പ് മാവ് എടുത്തിട്ടുണ്ട് കേട്ടോ, മൈദാ മാവ്. പിന്നെ 1 ടീസ്പൂൺ വന്നിട്ട് നമ്മുടെ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് സീവ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് സീവ് ചെയ്തെടുക്കണം. ഞാൻ ഒരുപാട് പാടുപെട്ടു. എനിക്കൊന്നും എൻ്റെ ഈ അരിപ്പയുടെ പ്രശ്നമായിരിക്കണം കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പേപ്പറിലായിരിക്കും മിക്കപ്പോഴും മാവിനെ ഇതുപോലെ അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്നത്. എന്തോ എനിക്ക് കംഫർട്ട് എന്ന് തോന്നുന്നത് പേപ്പറാണ് കേട്ടോ. ന്യൂസ് പേപ്പർ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ പൊടി അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരുപാട് അങ്ങോട്ട് പോകത്തില്ല. അത് നമുക്കിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് അരിച്ചൊക്കെ എടുക്കാം. അപ്പോൾ ഇതാണ് കുറച്ചുകൂടി സ്യൂട്ടബിൾ കേട്ടോ. മറ്റേ പാത്രമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ അരിച്ച് വരുമ്പോഴത്തേക്കും പുറത്തോട്ട് പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ എപ്പോഴും പേപ്പറാണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ അരിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് ഇത് അരിച്ചത്. ഇനി ഇതേ മാവിനെ, അരിച്ച് മാറ്റിയ മാവിനെ ഞാൻ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അരിച്ച് മാറ്റുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം നന്നായിട്ട് മിക്സ് ആവാനും അതുപോലെ ഒരു തരിയും ഇല്ലാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ 2ാമതും ഇതിനെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. നമുക്ക് 3 തവണ ചെയ്താലും നല്ലതാണ്. ഞാൻ 2 തവണ മാത്രമേ ചെയ്യുന്നുള്ളൂ. 2 തവണ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. 2 തവണ അരിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇത് വന്നിട്ട് എൻ്റെ 4ാമത്. ഞാൻ ഇപ്പോൾ 5 in 1 ടോർട്ട്, അതുപോലെ വാഞ്ചോ കേക്ക്, വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ ചെയ്തു. അങ്ങനെ ഇതിപ്പം 4ാമത്തെ തവണയാണ് കേട്ടോ ഈ കേക്ക് ചെയ്യാൻ പോകുന്നത്. 4ാമത്തെ തവണ ഞാൻ മാംഗോ കേക്ക് ചെയ്യാൻ പോകുന്നത്, അതും ഹോം മെയ്ഡ് ക്രഷ് ഉപയോഗിച്ച്. അപ്പോൾ അത്രയും മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഒരു ബൗൾ എടുക്കുന്നുണ്ട്. എനിക്ക് ഈ വട്ടത്തിലുള്ള ബൗൾ കുറവാണ് കേട്ടോ. അപ്പം ഇതാണ് കുറച്ച് എനിക്ക് ഇത്തിരി വലുതായിട്ടുള്ള ഒരു ബൗള്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് വെള്ളമുട്ടയെന്നില്ല, കോഴിമുട്ട ഒരു 3 എണ്ണം പൊട്ടിച്ച് വീഴ്ത്തണം. നമ്മളെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം, തണുത്തതായിരിക്കാൻ പാടില്ല. അതിന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഈ ഒരു മുട്ടേന. അപ്പോൾ എനിക്കിവിടെ ബീറ്റർ കണക്ട് ചെയ്യാനുള്ള ഇത് വന്നിട്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇത് ബീറ്റ് ചെയ്തത്. പിന്നെ ഇതിലോട്ടൊരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണിത് കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം 1 കപ്പ് കാണും. അതും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ടൈഗറിൻ്റെ മാംഗോ എസൻസ് ആണ് ഇതിൽ ഒഴിക്കാൻ പോകുന്നത്. അതൊരു 1/2 ടീസ്പൂൺ അളവിൽ ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട. 1/2 ടീസ്പൂൺ മതിയാവും. അത്രയും ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ മിക്സിൽ നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ മാവ് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒറ്റയടിക്ക് ഇട്ട് കളയില്ല കേട്ടോ. ഒറ്റയടിക്ക് ഇട്ട് ഫോൾഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ മാവ് കട്ട പിടിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പയ്യെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ആഴത്തിൽ കറക്കി എടുക്കാൻ നോക്കണം, ഇല്ലെങ്കിൽ അടിയിൽ മാവ് സെറ്റായി കിടക്കും. അപ്പോൾ നല്ല രീതിക്ക് ഇതുപോലെ കറക്കി ഫോൾഡ് ചെയ്തെടുക്കണം. അങ്ങനെ മൊത്തത്തിൽ മാവ് ഇട്ട് കൊടുത്ത് നമുക്കിതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷേ എന്തോ വിജയം കിട്ടും. ടേസ്റ്റൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയണത്, ഓവറാക്കി ചളവാക്കി എന്നൊക്കെ പറയൂലേ, ഓവറായിപ്പോയി എൻ്റെ ഡെക്കറേഷൻ. ഇത് വിപ്പിംഗ് ക്രീമിനെ ബാക്കി വന്ന വിപ്പിംഗ് ക്രീമിനെ എങ്ങനെ കളയും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേണ്ടാത്ത കുളമായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്ത് വച്ചത്. എന്നാലും കൊള്ളാം, ഫ്ലേവറൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ വന്നിട്ട് ഇത്തിരി കട്ടിയായി പോയതുകൊണ്ട് ഞാൻ നേരത്തെ ഓൾറെഡി പാല് ചൂടാക്കി തണുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഞാൻ ആവശ്യാനുസരണം ഇതിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബാറ്റർ നല്ല സ്മൂത്തായിട്ടുണ്ട്. ഓവർ ലൂസും ആവാൻ പാടില്ല, ഓവർ തിക്കും ആവാൻ പാടില്ല. ഇനി ഞാൻ ഒരു പാത്രത്തിലോട്ട് നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ഒരു പേപ്പറൊക്കെ വച്ചിട്ട് നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്നത് ഓവനൊന്നുമല്ല, സാധാ അലൂമിനിയം പാത്രത്തിൽ തന്നെയാണ് വയ്ക്കുന്നത്. ഇതുപോലെ മാവ്
ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ടാപ്പ് ചെയ്ത് ബബിൾസ് ഒന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാനുള്ളത്, നമ്മൾ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാനുള്ളത്. ഞാൻ ഓൾറെഡി ഒരു 5 മിനിറ്റ് കുറച്ച് നേരം ചൂടാക്കിയ പാത്രമാണ് കേട്ടോ. അതിലേക്ക് ഇതുപോലെ മാവിനെ ഒന്ന് റെഡിയാക്കിയിട്ട് അതിനകത്തേക്ക് ഇതുപോലെ ഇറക്കി വയ്ക്കണം. ഞാൻ കാണിച്ചു തരാം ആ ഒരു സെറ്റപ്പ് കണ്ട. ഇതിലേക്ക് ഇറക്കി വയ്ക്കണം. ഇറക്കി വെച്ചിട്ട് ഒരു ഏകദേശം ഒരു 30-35 മിനിറ്റ് മതി, അതിനപ്പുറം വേണ്ടി വരില്ല. ലോ ഫ്ലെയിമിൽ നമ്മളിതുപോലെ വച്ച് വേവിച്ച് എടുക്കണം കേട്ടോ നമ്മുടെ കേക്കിന്. ഇനി നമുക്ക് മാംഗോ ക്രഷ് തയ്യാറാക്കാം. ഹോം മെയ്ഡ് മാംഗോ ക്രഷാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. 2 മാങ്ങയാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ മാങ്ങയില്ലേ, ഇത് ഒത്തിരി നാരൊക്കെ അടങ്ങിയിട്ടുള്ള, അതായതുകൊണ്ടാണ് എൻ്റെ മാംഗോ ക്രഷ് കുറച്ച് തിക്കായി പോയത്. അല്ല സാധാരണ കിട്ടുന്ന കടയിലൊക്കെ കിട്ടുന്ന മാംഗോ ആണെന്നുണ്ടെങ്കിൽ അത്രയും പ്രശ്നം വരില്ല കേട്ടോ. അങ്ങനെ 2 മാങ്ങയെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാത്രം വയ്ക്കുക. പാത്രം വെച്ചിട്ട് ഈ നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സില്ലേ, അത് നമ്മൾ ഈ പാത്രത്തിലോട്ടാക്കിയിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കണം. പിന്നെ കുറച്ച് പഞ്ചസാര ആവശ്യത്തിന് മധുരത്തിന് ഞാൻ ഇവിടെ ഏകദേശം 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹോം മെയ്ഡ് മാംഗോ ക്രഷ് റെഡിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ, അതുകൊണ്ട് നമുക്കിതൊക്കെ മതി കേട്ടോ. അങ്ങനെ ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു 2-3 ദിവസത്തിനപ്പുറം ഒന്നും ഉപയോഗിച്ച് കളയില്ല കേട്ടോ. പിന്നെ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് ചൂടാക്കിയ പാലാണ് കേട്ടോ. ചൂടാക്കിയ തണുത്ത പാലിലേക്ക് 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡും 1/4 കപ്പ് അളവിൽ നമ്മുടെ വിപ്പിംഗ് ക്രീമും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്ത് റെഡി, നമ്മൾ കേക്ക് വെറ്റ് ചെയ്യാനുള്ള ആ ഒരു സിറപ്പ് റെഡിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിനൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് എടുക്കണം, പാത്രത്തിൽ നിന്ന് വിടുവിച്ചെടുക്കണം കേട്ടോ. എനിക്ക് കേട്ടോ പറച്ചിൽ ഇത്തിരി കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. വീണ്ടും കേട്ടോ, എന്നാലും ഞാൻ ഇത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാമേ. അങ്ങനെ ഡിമോൾഡ് ചെയ്ത കേക്കിന് നമ്മുടെ പേപ്പറൊക്കെ ഒന്ന് മാറ്റുകയാണ്. പേപ്പർ മാറ്റിയതിന് ശേഷം ഇതിനെ 3 ലെയറായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് വേണമെങ്കിൽ നൂല് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കത്തി ഉപയോഗിച്ച് ചെയ്യാം. ഇഷ്ടമല്ല, എളുപ്പത്തിന് ചെയ്യാം. അപ്പം ഞാൻ വന്നിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അത് കത്തി ഉപയോഗിച്ചാണ്. അങ്ങനെ കട്ട് ചെയ്തപ്പോൾ ചെറുതായിട്ട് ഒരു ലെയറിൻ്റെ വോള് ഒന്ന് ഇത്തിരി പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം പിന്നീട്. അടുത്ത് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ എടുത്ത അതേ സെയിം സംഭവം ടൈഗറിൻ്റെ മാംഗോ എസൻസ് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചിട്ട് ഇനി നമുക്കതിനെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതുപോലെ നല്ല കളറായിട്ട് കിട്ടും. ഇനി കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ എസൻസ് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന യെല്ലോ കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റിയിട്ടുണ്ട്. അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ല. ഇനി ഒരു റൊട്ടേറ്റിംഗ് ടേബിൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കേക്ക് ബോർഡും വെച്ചിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കണം. കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ അതിലേക്ക് വയ്ക്കണം. അങ്ങനെ അത് വച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല 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 സ്മൂത്തായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷേ കത്തി വെച്ച് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെയർ നന്നായിട്ട് വെറ്റ് ചെയ്തു. നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പ് ഉപയോഗിച്ച് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചില്ലേ, ആ സെയിം ക്രീം എടുത്ത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് വയ്ക്കുക. എല്ലായിടത്തും ഒന്ന് കോട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ കോട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് നെക്സ്റ്റ് 2 സാധനങ്ങൾ കൂടി ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് വഴിയെ കാണാം കേട്ടോ. അത്രയേ ഉള്ളൂ. പിന്നെ നന്നായിട്ടൊന്ന് ഞാൻ ക്രീം ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഓരോരോ എക്സ്പീരിമെൻറ്റുകളാണ് കേട്ടോ. നമ്മളിപ്പോൾ വലിയ ബേക്കറും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് പെട്ടെന്നൊരു കേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുമ്പോൾ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ്. അത് കഴിഞ്ഞതാ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. അതിനെയും ജസ്റ്റ് ഒന്ന് എല്ലായിടും ഒന്ന് ഇത്തിരി പരത്തി വച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മൾ മാംഗോ ക്രഷ് ഇല്ലേ, നമ്മുടെ ഹോം മെയ്ഡ് മാംഗോ ക്രഷ്, അത് ഇതിലേക്ക് ചേർത്തിട്ട് അതും നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സൊക്കെ ചെയ്ത് നന്നായിട്ടൊന്ന്
എല്ലായിടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ആണ്. ഇതിപ്പം നമുക്ക് കഴിക്കാനല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനത്തെ മിൽക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം കേക്കിൻ്റെ നെക്സ്റ്റ് ലെയർ വയ്ക്കുകയാണ്. സെയിം പ്രോസസ്സ് തന്നെ ഞാൻ ഇവിടെയും കണ്ടിന്യൂ ചെയ്യുകയാണ്. നേരത്തെ ഉണ്ടാക്കി വെച്ച സിറപ്പ് വെച്ച് നല്ല മധുരമാണ് കേട്ടോ ഈ ഒരു സിറപ്പ്. നന്നായിട്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ പോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുക. മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രഷ് ഒഴിച്ചു കൊടുക്കണം. അതും ഒത്തിരി എല്ലായിടും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മിൽക്ക് ചോക്ലേറ്റിൻ്റെ കുഞ്ഞു പീസസ് ഇട്ട് കൊടുക്കുക. അങ്ങനെ സെക്കൻഡ് ലെയറും റെഡി ആയതിനു ശേഷം നമ്മുടെ തേർഡ് ലെയർ ഒന്ന് വെച്ച് കൊടുക്കണം. തേർഡ് ലെയറിൻ്റെ വോളാണ് ഭയങ്കരമായിട്ടൊന്ന് ഇടിഞ്ഞു പോയത്. അതാണ് ജസ്റ്റ് ഞാൻ എന്നാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെയും വെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്രീം ഉപയോഗിച്ച് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കണം. മൊത്തത്തിൽ കോട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ പൊട്ടിയൊന്നും നമ്മൾ അറിയില്ല കേട്ടോ. അപ്പോൾ അതിനൊരു വലിയ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞ കണക്ക് വലിയ ബേക്കറൊന്നും അല്ലെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലായിടും ഒന്ന് ക്രീം ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കേക്കിന് മൊത്തത്തിൽ ക്രീം നന്നായിട്ടൊന്ന് എല്ലായിടവും തേച്ച് കൊടുക്കുക. ഇപ്പം എല്ലാം ഉണ്ടാക്കി വന്നതിന് ശേഷം എനിക്ക് കറക്റ്റ് റൗണ്ട് കിട്ടിയില്ല കേട്ടോ. ഇപ്രാവശ്യം കേക്ക് ഷേപ്പ്ലെസ് ആയിപ്പോയി. അങ്ങനെ കേക്കൊന്ന് എല്ലായിടവും നമ്മുടെ ക്രീം ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കണം. കോട്ട് ചെയ്ത് നന്നായിട്ട് ഒന്ന് ശരിയാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി അലങ്കോല പണികളിലേക്ക് കടക്കാം. സത്യം പറഞ്ഞ് ഭയങ്കര മടിച്ചാണ് കേട്ടോ ഞാൻ എന്തോ പറയണത്, വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലും സമയം കളയണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണതാണ് കൊതി വരുമ്പോൾ. അല്ലാതെ എന്നെക്കൊണ്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത പണിയാണ് ഈ പറഞ്ഞ കുക്കിംഗ് എന്ന് പറയണത്. പക്ഷേ ഞാൻ ഈ സമയത്ത് ഈ പറയുന്ന കേക്ക് ഉണ്ടാക്കുന്നവരെയൊക്കെ ഒന്ന് സ്മരിക്കുകയാണ് കേട്ടോ. ഭയങ്കര പണിയാണിത്, ഭയങ്കര പാടുള്ളൊരു ജോബാണ് കേട്ടോ ഈ കേക്കൊക്കെ ഉണ്ടാക്കി സെല്ല് ചെയ്യുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം, കറക്റ്റ് ഡിസൈൻ, ഇതൊക്കെ വലിയൊരു സംഭവമാണ് കേട്ടോ. അത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒന്നിത്തിരി ഞാൻ ആ ക്രീമൊക്കെ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ക്രീം എങ്ങനെ കളയും എന്ന് ഒറ്റ ഒരു റീസൺ കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കളർ കൂടി ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഒന്ന് അലങ്കരിക്കാം എന്ന് വിചാരിച്ചൊരു നോസിലൊക്കെ എടുത്തിട്ട് ഏത് നോസിലാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു ഗൈസ്. അങ്ങനെ അതെടുത്ത് വെച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം ഇതുപോലെ ഒന്നിത്തിരി സെറ്റ് ചെയ്തതിന് ശേഷം ഇത്രയും മതിയായിരുന്നു കേട്ടോ. പക്ഷേ എന്നിട്ടും എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. ഞാൻ എങ്ങനെ ആ ക്രീം കളയുമെന്ന് വിചാരിച്ചിട്ട് വേറെ എന്തൊക്കെയോ കൂടെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ കേക്ക്. നല്ല സൂപ്പർ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി പറയാം, അടിപൊളിയായിരുന്നു. ബാക്കിയൊക്കെ പാളിപ്പോയെങ്കിൽ ഇത് അടിപൊളിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ടാറ്റാ.